മരണാനന്തരം പൗരത്വം തെളിയിച്ചു റഹീം അലി. ആസാം സ്വദേശിക്ക് ഇനി വിദേശി ആക്ഷേപമില്ലാത്ത അന്ത്യവിശ്രമം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുപ്രീം കോടതി ആസാമിലെ കാശിംപൂർ ഗ്രാമത്തിലെ റഹീം അലി ഇന്ത്യൻ പൗരൻ തന്നെയാണെന്ന് വിധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൗരത്വം 2004 മുതൽ അന്യായമായി സംശയിക്കുകയായിരുന്നുവെന്നും മതിയായ തെളിവുകളൊന്നും ആസാം ബോർഡർ പോലീസിന്റെ കൈവശം ഇല്ല എന്നുമാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. എന്നാൽ കോടതി വിധി അറിയാൻ റഹീം അലിയുടെ വിധി കാത്തുനിന്നിരുന്നില്ല. അദ്ദേഹം 2021 ഡിസംബർ 28 മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2004 മുതലാണ് ദിവസവേതനത്തിന് ജീവിച്ചിരുന്ന റഹീം അലിയുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയത്. ആസാം ബോർഡർ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഫോറിൻ ട്രിബ്യൂണലിൽ ഹാജരാകണം എന്ന് നോട്ടീസ് നൽകുകയായിരുന്നു. എന്താണ് റഹീം അലി വിദേശിയാണെന്ന് സംശയം തോന്നാൻ കാരണമെന്നൊന്നും അവർ വെളിപ്പെടുത്തിയില്ല. അന്നു മുതൽ അലിയും കുടുംബവും അനുഭവിച്ച ദുരിതത്തിന് കയ്യും കണക്കുമില്ലായിരുന്നു. സ്വന്തമായി ഉണ്ടായ ആടുകളെയും മാടുകളെയും വിറ്റു, സ്ഥലം പണയത്തിലാക്കി, ചോർന്നൊലിക്കാത്ത വീട് എന്ന ജീവിത സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിച്ചു. എങ്ങനെയെങ്കിലും പൗരത്വം തെളിയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് റഹീം അലി നിരന്തരം കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി പോലീസ് അയാളെ ഏത് നിമിഷവും വീട്ടിൽ നിന്ന് പിടിച്ചിറക്കും എന്നായിരുന്നു. ഭയം കാരണം പലപ്പോഴും അദ്ദേഹം വീട്ടിൽ കയറാറില്ലായിരുന്നു എന്ന് ഭാര്യ ഹാജിറ ബീബി ഇന്ത്യൻ എക്സ്പ്രസ് ലേഖികയോട് പറയുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ 2 വട്ടവും ഫോറിൻ ട്രിബ്യൂണലുകൾ റഹീം അലിയോട് കനിഞ്ഞില്ല. 2004 2017 റഹീം അലി വിദേശിയാണെന്ന് ഫോറിൻ ട്രിബ്യൂണൽ വിധിയെഴുതി. രേഖകളിലെ അക്ഷരത്തെറ്റുകളും നിസ്സാര പൊരുത്തക്കേടുകളും അദ്ദേഹത്തെ വിദേശിയാക്കാൻ ട്രിബ്യൂണലിന് മതിയായ കാരണങ്ങളായിരുന്നു. 2017 ട്രിബ്യൂണൽ വിധിക്കെതിരായ അപ്പീലിലാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനമെടുത്തത്. ആസാം ട്രിബ്യൂണൽ റഹീം അലിയുടെ പൗരത്വം സംശയിക്കാൻ യാതൊരു തെളിവുകളും അടിസ്ഥാനമാക്കിയില്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. പൊതു താൽപര്യാർത്ഥം കേസ് നടത്തിയിരുന്ന അഡ്വക്കേറ്റ് കൗശിക് ചൗധരിക്ക് റഹീം അലി മരണപ്പെട്ടത് അറിയില്ലായിരുന്നു. വിധി വന്നപ്പോൾ മാധ്യമങ്ങളാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ വിവരം അറിയിക്കുന്നത്. സങ്കടത്താലും ദേഷ്യത്താലും ഹാജറ ബീബിയുടെ അപ്പോഴുള്ള ചോദ്യം ഈ രാജ്യത്തെ മുസ്ലിമിന്റെ പൗരത്വം ചോദ്യം ചെയ്യുന്ന ഭരണാധികാരികളോടായിരുന്നു. ഹാജറ ചോദിക്കുന്നു, ഇനി വിധി മറിച്ചായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഖബർ മാന്തി അദ്ദേഹത്തിനെ വിദേശിയെന്ന് മുദ്രകുത്തുമോ?